ഹലോ, ഇന്നത്തെ വീഡിയോ അയച്ചാൽ കുറച്ച് ഐറ്റംസ് എത്തിയിട്ടുണ്ട്. കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫെൽറ്റ് ഷീറ്റ് ഉണ്ടോ, ഫെൽറ്റ് ഷീറ്റ് ഉണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ രണ്ട് പാക്കറ്റ് വന്നിട്ടുണ്ട്. ഇതാ ഫെൽറ്റ് ഷീറ്റ് ഇതാണ്, റെഡ് ആൻഡ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്താ വെച്ചാൽ ഒന്നിൽ 10 പീസ് ഒന്നിൽ 10 പീസ് അങ്ങനെ അത്ര പീസുള്ളൂ എൻ്റെ അടുത്ത് കേട്ടോ. ഇനി ഇത് വരണമെങ്കിലൊക്കെ ടൈം എടുക്കും. ഈ ഇക്കൊല്ലം എന്തായാലും വരില്ല, അടുത്ത വർഷം വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നത് കാരണം ഇത് നല്ല ഇതുണ്ട്. ഞാൻ ഫെൽറ്റ് ഷീറ്റ് ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം കണ്ടല്ലേ, നല്ല കയ്യിലൊന്നും അങ്ങനത്തതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിന് ഓരോ പീസാണ് റേറ്റ് വരുന്നത്. ഇതൊരു പീസിന് വരുന്നത് 18 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കാണ്, കുറച്ചേ ഉള്ളൂ. ഇനി നിങ്ങളിത് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അല്ലാതെ ഞാൻ വീഡിയോ എല്ലാവരോടും പറയാറുണ്ട്, കാണുന്നവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഞാൻ പുതിയ പുതിയ ഐറ്റംസ് ഓരോന്ന് ഇറക്കുന്നുണ്ട്. ഓരോരുത്തർ എനിക്ക് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഓർഡേഴ്സ് അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജ്വല്ലറി മേക്കിങ്ങിനും ഹെയർ ആക്സസറീസും എല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് സ്റ്റെൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെൻസിലും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫെൽറ്റ് ഷീറ്റാണ്. ഇത് രണ്ട് കളറേ ഉള്ളൂ, റെഡ് ആൻഡ് വൈറ്റ്. ഇപ്പോൾ ഈ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസിനൊക്കെ ബോയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു പീസിന് 18 രൂപയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്, ഇതിൻ്റെ ഒറ്റ ഷീറ്റേ ഉള്ളൂ. ഇതും കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരു പീസിന് 12 രൂപയാണ്. ഒരു പാക്കറ്റല്ല, ഒറ്റ പീസിന് 12 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതും ഒറ്റ പീസേ വന്നിട്ടുള്ളൂ കേട്ടോ. അവരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കൊടുത്തു വിടാഞ്ഞത്. പിന്നെ വന്നിട്ടുള്ളത് ഫോണിന് ഗോൾഡ് തീർന്നിട്ടുണ്ടായിരുന്നു, അത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒരു ബഞ്ചിന് 22 രൂപയാണ്. ആദ്യം ഞാൻ 25 കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 22 രൂപയാണ് കേട്ടോ ഒരു ബഞ്ചിന്. പിന്നെ വന്നിട്ടുള്ളത് ഈ സ്ട്രിങ് ആണ് കേട്ടോ. ഇതിൻ്റെ ചെറുതായിരുന്നു ഇതുവരെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഒരു സ്ട്രിങ്ങിന് 20 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഗ്ലേസിങ്ങും ഉണ്ട്, നല്ല വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റത് 20 രൂപയ്ക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രിങ്ങിന് 40 രൂപ വരുന്നുണ്ട്. അതായത് ഇതിലിതാ ഇത്രയുണ്ട്, 40 രൂപയാണ് വരുന്നത് കേട്ടോ. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഗ്ലേസിങ്ങും ഉണ്ട്, പിന്നെ വലുപ്പമുണ്ട്. മറ്റേത് ചെറുതായിരുന്നു, അതുകൊണ്ടാണ് ഇത് 40 രൂപയാണ് വരുന്നത് കേട്ടോ. ഒരു സ്ട്രിങ്ങിന് 40 രൂപ വരുന്നുണ്ട്. കാരണം വലുതാണ് എനിക്ക് കിട്ടുന്നത്. നമ്മൾ മറ്റതിന് ഞാൻ 20 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി, അതിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് കരിമണിമാല തന്നെയാണ്. പക്ഷേ ഇത് നല്ല വലുതാണ് കേട്ടോ. നല്ല വലുത് വെച്ചാൽ നേരത്തെ ഞാൻ കഴിഞ്ഞതിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന 50 രൂപ എടുത്ത് ചെറുതായിരുന്നു. പക്ഷേ ഇതിന് 10 രൂപ എക്സ്ട്രാ ഉണ്ട്. പക്ഷേ ഇത് വലുതാണ് കേട്ടോ. ഇത് എത്ര എനിക്ക് തോന്നുന്നത് 6mm 5mm അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഇതിൻ്റെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. ഇത് ഞാൻ മറ്റേത് കൂടി വെച്ചെന്നാലും എനിക്കറിയാൻ പറ്റുള്ളൂ. കാരണം മറ്റേത് ആകെ സ്ട്രിങ് ആയിട്ട് ഇനി ബാക്കിയുള്ളൂ, അല്ലാത്തൊക്കെ തീർന്നു. ബാക്കിയെന്ന് പറയാൻ പറ്റില്ല. അതെൻ്റെ ഒരു കസ്റ്റമർ, ഇവിടെ നാട്ടിലുള്ളൊരു കസ്റ്റമർ തന്നെ എന്നോട് എടുത്ത് വെക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ ഞാൻ അവൾക്ക് ഇപ്പോൾ ആവശ്യം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് കുറേയൊക്കെ ഓർഡറാക്കി പോയി. പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ബിഗ് ബൺ. അപ്പോൾ അതിൻ്റെ ചെറുതാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഇതിന് 10 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. 60 രൂപയാണ് ഒരു സ്ട്രിങ്ങിന് വരുന്നത് കേട്ടോ. മറ്റേത് 50 ആയിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലതെന്നല്ല, ക്വാളിറ്റി ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ സൈസ് കുറച്ച് വ്യത്യാസം, നല്ല ഭംഗിയുള്ളൊരു സൈസ് എന്ന് പറയല്ലോ നമ്മൾ, അതായിരുന്നു. ഇത് വലുതാണ് കേട്ടോ. ഇതിൻ്റെ സൈസിൽ തന്നെ എൻ്റെ അടുത്ത് വൈറ്റ് ഉണ്ട്. അതിന് റേറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അവർ. അതും ഇപ്രാവശ്യം വന്നതിലുണ്ട്. അതിനും എൻ്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു, അതും റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കേട്ടോ. ഇതിൻ്റെ അതേ വലുപ്പം തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. കണ്ടോ, സെയിം വലുപ്പം ഏകദേശം വരുന്നുണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ഇതുവരെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് 30 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വന്നതിൽ അവർ പറഞ്ഞത് ബീഡ്സിനൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്, കുറേ സാധനത്തിന് റേറ്റ് കൂടിയിട്ടുണ്ട്. ഇതിന് 40 രൂപയാണ് കേട്ടോ. ഇനി മുതൽ 40 രൂപയാണ്. അപ്പോൾ എൻ്റെ കാറ്റലോഗിൽ പഴയ റേറ്റിനായിരിക്കും അത് മാറ്റാനുണ്ട്. ഇപ്പോൾ വന്നപ്പോഴാണ് റേറ്റും കാര്യങ്ങളൊക്കെ, മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ വിട്ടുതരുന്നത്. സാധനം ഇപ്പോൾ തന്നെ എത്തിയിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴാണ് വിട്ടുതരുന്നത്. അപ്പോൾ ഇത് സ്ട്രിങ്ങിൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ. പിന്നെ വന്നിട്ടുള്ളത് ഇത് ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഇറക്കിയതിലുണ്ടായിരുന്നു, പിന്നെ തീർന്നു പോയിട്ടോ, പെട്ടെന്ന് തന്നെ തീർന്നു. ഇപ്പോഴും അവർ കുറച്ചേ കൊടുത്ത് വിട്ടിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെച്ചാൽ എനിക്ക് തോന്നുന്നു 1 2 3 4 5 പഞ്ച് ഇപ്രാവശ്യം തീരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലൊരു പഞ്ചിന് വരുന്നത് ഇതാണ്, ഇങ്ങനെയാണ് ഒരു പഞ്ച്.
ഈ ഒരു ബെഞ്ചിന് വരുന്നത് 50 രൂപ തന്നെയാണ്. ആ റേറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. ഇതെനിക്ക് അവർ ആ റേറ്റ് തന്നെയാണ്, നമ്മൾ ഫസ്റ്റത്തെ ആ റേറ്റ് തന്നെയാണ് കേട്ടോ. എന്താ ഇത്രയും സാധനത്തിന് 50 രൂപയാണ് കേട്ടോ വരുന്നത്. ഇതൊരു എത്ര സ്ട്രിങ് അല്ല കൊടുക്കുന്നത്, ഇതുപോലെ ബഞ്ചായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ബഞ്ചിന് 50 രൂപ. അത് ചോദിച്ചവർ കുറേ പേരുണ്ട്. അപ്പോൾ വേണ്ടവർ വേഗം ഇതാക്കുക. ഇനി എന്തായാലും ഇത് എത്തുമ്പോഴത്തേന് ഈ വർഷം എന്തായാലും എത്തില്ല, അടുത്ത വർഷം പറ്റുള്ളൂ കേട്ടോ. അതായത് 2 ആഴ്ചയ്ക്ക് ശേഷം ഇനി മെറ്റീരിയൽസ് എത്തുള്ളൂ. കാരണം ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് കുറച്ച് ടൈറ്റാണെന്ന് അവർ പറഞ്ഞു കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്. ഇത് മക്കളെ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. ഇത് ഞാൻ അവരോട് പറഞ്ഞതാണ്. കാരണം ഞാൻ ആ കരിമണിയുടെ ഇതെടുത്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കരിമണിയുടെ മാലയുടെ നമ്മൾ കൈ ചെയിനാണെങ്കിലും പാദസരാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട്, അതായത് എൻ്റെ മോൾക്കുണ്ട് കൈ ചെയിൻ, അതായത് നമ്മൾ കരിമണിയോട് കൂടെ ഗോൾഡ് തന്നെയാണ്, സ്വർണ്ണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മാച്ച് ചെയ്തിട്ട് കൊടുക്കുമല്ലോ, ബ്ലാക്ക് ഗോൾഡ് അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഇത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ 3 പാക്കറ്റേ വിട്ടുതന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു പാക്കറ്റാണ് വരുന്നത് കേട്ടോ. അതായത് ഇതാണ് ഇതിൻ്റെ കവർ കൂടെ പോയി അതായത് ഇങ്ങനെ ഒരു പാക്കറ്റാണ് വരുന്നത്. അതായത് ഒരു മാലയുടെ വലുപ്പം തന്നെ ഉണ്ട്, കണ്ടല്ലേ. അപ്പോൾ ഇതിന് ഈ പാക്കറ്റിന് റേറ്റ് വരുന്നത്, ഇതൊരു പാക്കറ്റിന് ഇങ്ങനെ ഒരു മാലക്ക് വരുന്നത് 75 രൂപയാണ് കേട്ടോ. ഇത് കമ്പി തന്നെ കോർത്ത് ഇതാക്കുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ട ഒറിജിനൽ പോലെ തന്നെ ഒരു കട്ടിങ് ഇതുണ്ടാവുമല്ലോ, അത് കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല. കണ്ടോ, എൻ്റെ മോളെ കൈമലുണ്ട്, മോള് പുറം കാണാൻ അതിനെ കാണിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ കണ്ടാലും നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. പിന്നെ ഇത് എന്താ പറയുക, സെയിം തന്നെ വലുപ്പം തന്നെയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഏകദേശം വലുപ്പം തന്നെയാണ്. പക്ഷേ ഇത് റോള്, അതായത് ബോൾ സൈസാണ് വരുന്നത്. ഇത് അങ്ങനെയല്ല വരുന്നത്, ബ്ലാക്ക് ബോൾ സൈസല്ല വരുന്നത്. അതുകൊണ്ട് ഇതിന് പ്രശ്നമല്ല, നമുക്ക് ഇങ്ങനെയും കൊടുക്കാം കേട്ടോ. എന്ന് എഴുതിയിട്ട് ബോറോ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, രണ്ടും ഏകദേശം സെയിം വലുപ്പം തന്നെയാണ്. ഇത് ഒരു വേറെ സൈസ് മോഡലാണ് വരുന്നത്. ഇത് റോളാണ്, ഇതാണ് ബോൾ സൈസ് വരുന്നത്. ഇത് വേറൊരു സൈസാണ്, എന്താ അതിന് പേരൊന്നും എനിക്കറിയില്ല, സൈസ് പറയാൻ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഇങ്ങനത്തെ ഒരു പാക്കറ്റിന് 3 പാക്കറ്റ് ഉള്ളൂ ഞാൻ പറഞ്ഞു. ഇനി വരണമെങ്കിൽ ഞാൻ വീഡിയോയിൽ വീണ്ടും പറയണ്ടല്ലോ കരുതിയിട്ട് അടുത്ത വർഷമേ വരുള്ളൂ. അപ്പോൾ ഇതിന് 75 രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റ്. അതായത് 3 പാക്കറ്റ് ഉണ്ട്, 75 രൂപയാണ് വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലത്തെ പ്ലെയറാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യത്തിൽ വന്നതിൽ ഇങ്ങനത്തെ പ്ലെയറേ ഉള്ളൂ, കട്ടർ ഇല്ല കേട്ടോ. കട്ടർ ഇല്ല, സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും വിടാഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ ഇനി അടുത്തതിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വരുന്നത് ഇതിൻ്റെ ഇനി പ്ലെയറാണ്. ഇത്ര വലുപ്പമുള്ള പ്ലെയർ ആണെന്നുണ്ടെങ്കിലും കട്ടറാണെങ്കിലും എത്ര ആണെങ്കിലും 50 രൂപയാണ് ഇങ്ങനെ ഒന്നിന് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഇത് അതിൻ്റെ വലുതാണ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട്, നല്ല കനമുണ്ട്, അതുകൊണ്ട് തന്നെ റേറ്റും ഉണ്ട്. 100 രൂപ വരുന്നുണ്ട് കേട്ടോ. ഇതും കട്ടർ തന്നെയാണ്. ഇത് കട്ടറാണ് കേട്ടോ, പ്ലെയർ അല്ല, കട്ടറാണ്. കട്ടറും അല്ലേ, എന്താ ഇപ്പോൾ സംഗതി. ഞാനത് തുറന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇതെന്താ ഇപ്പോൾ സംഭവം തന്നെ. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന ഇതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ്. കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കിട്ടി. ഇതാണ്, ഇതിനെന്താ പേര്, കട്ടർ തന്നെയല്ലേ, കട്ടർ നല്ല ക്വാളിറ്റിയിലെ കട്ടർ തന്നെയാണ് കേട്ടോ. ഇതിന് 100 രൂപ വരുന്നുണ്ട് കേട്ടോ റേറ്റ്. വെറുതെ അല്ല, അത് കിട്ടാൻ കുറച്ച് ടൈറ്റായത്. ഇത് കട്ട് ചെയ്യുന്ന തന്നെയാണ് കേട്ടോ, പ്ലെയർ അല്ല. ഇതിൻ്റെ ചെറുതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ 50 രൂപയാണ് കേട്ടോ. ഇത് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, ഇത് വെയിറ്റും കൂടുതലുണ്ട്, വലുപ്പം കൂടുതലുണ്ട്. പിന്നെ 6 വെറൈറ്റി ബീഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് 6 വെറൈറ്റീസാണ് വന്നിട്ടുള്ളത്. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ. ഇനി അധികമൊന്നുമില്ല, 1-2 സാധനങ്ങളും കാണിച്ചത് നിങ്ങൾക്ക് വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് വന്നിട്ടുള്ളത് ഒരു ടെഡ്ഡിയുടെ രൂപത്തിലുള്ള അതാണ് കേട്ടോ. ഇത് ഗ്രാമളവിലാണ് കൊടുക്കുന്നത്. ഇതാണ് ടെഡ്ഡിയുടേത് ഒന്ന്. പിന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പിലുള്ള, ഹാർട്ട് ഷേപ്പ് എന്ന് പറയില്ല, ഒരു ഇല പോലെ ഉള്ള ഒരു ലോക്കറ്റ്, പെൻഡറ്റ് എന്നൊക്കെ പറയില്ല, ലോക്കറ്റ് ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾക്ക് കൈ ചെയിന് അതുപോലെ മാലയുടെ ഒക്കെ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ വന്നിട്ടുള്ളത് ഈ ബെൻസിൻ്റെ ചിത്രം, നമ്മൾ വണ്ടിയുടെ അതുപോലത്തെ ചക്രം പോലെ ഉണ്ടാവുമല്ലോ, ഒരു ട്രീ പോലെ എന്നൊക്കെ പറയാം. അതിന് സത്യത്തിൽ എനിക്ക് എന്താണെന്നുള്ളത് ഇതൊന്നല്ല ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ ബട്ടർഫ്ലൈസും ബോയും അങ്ങനത്തെ ഒക്കെയാണ് ഓർഡർ ആക്കിയിട്ട്. പക്ഷേ ഞാൻ സെലക്ട് ചെയ്തതിൽ ആകെ 2 സാധനമൊക്കെ അവർ എനിക്ക് കിട്ടുന്നിട്ടുള്ളൂ, 2-3 സാധനം എനിക്ക് വന്നിട്ടുള്ളൂ. അതായത് ഇതും
ഈ 3 ഐറ്റംസും പിന്നെ ഇതും. മറ്റേ രണ്ടും ഞാൻ ഓർഡർ ആക്കിയതല്ല, പക്ഷേ അവരടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. ഞാൻ ബോയും വേറൊക്കെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതാണ് അവർ രണ്ടും അയച്ചു തന്നത്. പിന്നെ വന്നിട്ടുള്ള ഇതൊരു ഫ്ലവറാണ് കേട്ടോ. നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ഇതാക്കുന്നൊരു ഫ്ലവർ തന്നെയാണ്. കണ്ടല്ലോ, വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഫ്ലവറാണ്. ഇതിൽ 2 ഐറ്റം ഫ്ലവർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ കഴിയുമെന്ന് തോന്നണേ. അത് തന്നെ അതിൻ്റെ മോഡൽ തന്നെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്ന് നോക്കുക തന്നെ വേണം. അല്ലല്ലേ, ഇതൊരു ഒറ്റ മോഡൽ തന്നെയാണല്ലേ. പൊട്ടിച്ച് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഫ്ലവറായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് കുറച്ച് ഫ്രൂട്ട്സാണ്. പഴം, പിന്നെ പറങ്കി മാങ്ങ, സ്ട്രോബെറി, എന്തൊക്കെയോ കുറച്ച് മുന്തിരിക്കൊല, അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ്, കൈതച്ചക്ക, പൈനാപ്പിൾ. കൈതച്ചക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവും, നമ്മളവിടെ കൈതച്ചക്ക നാട്ടിൽ മാംഗോ, അങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെതാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ പെൻഡറ്റിനൊക്കെ ആയിട്ടും കൈച്ചേനും ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ, ചെറിയ മക്കൾക്കൊക്കെ കൈച്ചേനൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇപ്പം തന്നെ ചെയ്യില്ല, വേറെ കാര്യം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഗ്രാമളവിലാണ്. ഇതൊക്കെ ഗ്രാമിന് വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്ര ഗ്രാമുണ്ട് എന്നൊക്കെ കാണിച്ചു തരാം. ഗ്രാമളവിൽ അല്ല, ഈ വീഡിയോ തന്നെ കാണിക്കണോ? അത് ചെറിയ വീഡിയോ ആയിട്ട് അത് വേറെ വീഡിയോ ചെയ്യാം. കാരണം അത് അളന്നെടുക്കുന്ന ഇത്ര ഗ്രാമൊക്കെ അത് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ തന്നെ 11 മിനിറ്റ്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്, നമ്മളെ ചൂണ്ടൽ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ വേറാണ് തോന്നുന്നുട്ടത്. ചൂണ്ടൽ എന്ന് പറയില്ലേ, അതിൻ്റെ വേറെ. ഇത് ഒരു റോളിന് 15 രൂപയാണ് വരുന്നത് കേട്ടോ. ഒരു റോളിന് 15 രൂപയാണ്. ഇത് 10 റോളേ എൻ്റെ അടുത്തുള്ളൂ. പിന്നെ വന്നിട്ടുള്ളതാണ് സ്റ്റെൻസിൽ കേട്ടോ. അത് കാണിച്ചു തരാം. ഈ സ്റ്റെൻസിലും എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ അവരോട് സ്റ്റെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ആക്കി വിട്ടു. പക്ഷേ അവരെനിക്ക് അയച്ചതിൽ സത്യം പറഞ്ഞാൽ ത്രികോണം പോലും വരയ്ക്കാം. കണ്ടോ, ത്രികോണത്തിൻ്റെത്. പിന്നെ കുറേ ഉണ്ട് ത്രികോണത്തിൻ്റെ, 2-3 ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്തിനു യൂസ് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് അറിയില്ല. ഇത് വെച്ചിട്ട് ഞാൻ ഈ സാധനം വെച്ചിട്ട് ഞാനൊരു ബോയ് ഉണ്ടാക്കി. ബോയല്ല, എങ്ങനെ കട്ട് ചെയ്താക്കിയിട്ട് എന്നുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്തിട്ട് നമ്മളുണ്ടാവുമല്ലോ, ഇങ്ങനെ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്താൽ ബോയുടെ രൂപത്തിലായി. അങ്ങനെ ഇത് മനസ്സിലായി, ഇത് അതുകൊണ്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇത് ബട്ടർഫ്ലൈ ആണ്, അറിയാലോ, ഇത് ബിഗ് ബട്ടർഫ്ലൈ. ഇതിൻ്റെ ചെറുതാണ് കേട്ടോ, ചെറുതാണ്. പിന്നെ ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ടൈപ്പ്, നമുക്ക് എന്താ പറയുക, എന്ത് ടൈപ്പാണ് പറയല്, ഈ വർക്ക് ഉണ്ടാവുമല്ലോ ഓരോ നമ്മളെ ചൂടാക്കി എടുക്കുന്ന, എനിക്ക് ശരിക്കും അതിനെനിക്കറിയില്ല. നമ്മൾ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്യാനും അതുപോലെ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള തന്നെയാണ്. പിന്നെ അതവിടെ ഹാർട്ട് ഷേപ്പ് കേട്ടോ. ഹാർട്ട് ഷേപ്പിൻ്റെ കാര്യം ഈ ഹാർട്ട് ഷേപ്പ് വെച്ചിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും ഹാർട്ട് ഷേപ്പ് വെച്ചിട്ട് ചെയ്തതാണേ, കാണിച്ചു തരാം. ഇത് ഞാനൊരു ഹെയർ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്താണ് കേട്ടോ. പക്ഷേ ഇത് നോക്കിയാണ്, ഇത് കണ്ടാൽ തന്നെ അറിയാം, ഒരു ശരിക്കത്തൊരു ഹാർട്ട് പോലെ തോന്നില്ലല്ലോ. പക്ഷേ ഇത് നല്ല ഫിനിഷിങ് ഉണ്ട്. ഇതൊക്കെ ഹാർട്ട് ഷേപ്പ്. അപ്പോൾ ഇതിന് രണ്ട് റേറ്റാണ്. പിന്നെ സ്റ്റെൻസില് ഇതൊരു പീസിന് 12 രൂപയാണ് കേട്ടോ. അതായത് ഒറ്റ പീസ് എടുക്കുമ്പോൾ ഇതിലിപ്പോൾ ഏത് പീസാണ് ഇത്, അതായത് ഇത് 2 പീസേ ഉള്ളൂ കേട്ടോ. ഇതാകെ 2 പീസേ ഉള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് ഇത് കുറച്ച് പീസുണ്ട്. പിന്നെ ഇതിങ്ങനത്തെ ഒരു പീസുണ്ട്. പിന്നെ അത് വേറെ സ്റ്റാർ, അങ്ങനത്തെ ഒരു പീസ്. ഇതൊരു ഫ്ലവർ തന്നെയാണ്. ഇത് വേറെ സ്റ്റാർ. ഇതിലേത് പീസ്, ഈ ചെറുതിൽ ഏത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നിന് വരുന്നത് 12 ആണ് കേട്ടോ. അതായത് ഒറ്റ സ്റ്റെൻസിലിന് 12 രൂപയോ ഒന്നിന് വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് വലുതാണ്. പിന്നെ ഇതിൽ വരുന്നത് ഏത് പീസാണെങ്കിലും 15 രൂപയാണ് കേട്ടോ ഒറ്റ പീസിന്. ഇതാണോ അല്ല, ഇതിൽ പെട്ടതാണെങ്കിലും ഈ ബോയിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും അതുപോലെ ഇതിൻ്റെ ഈ ബട്ടർഫ്ലൈസ്, ഈ ബട്ടർഫ്ലൈസിനും ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ബട്ടർഫ്ലൈസിനാണെങ്കിലും എല്ലാത്തിനും ഇതിൻ്റെയൊക്കെ റേറ്റ് ഉണ്ട്. ഇതിനൊക്കെ 15 രൂപയാണ്. ഉണ്ടല്ലോ, ഈ ഐറ്റംസ് 1 2 3 4 5 ഈ ഐറ്റംസിനൊക്കെ 15ആണ്. ഈ ബട്ടർഫ്ലൈസിന് 18 ആണ് കേട്ടോ. ഇത് കുറച്ച് വലിയ ടൈപ്പാണ്, അതുകൊണ്ട് 18 രൂപയാണ് കേട്ടോ. ഈ ബട്ടർഫ്ലൈന് വരുന്നത് 18 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം
ഇനി വേറെ ആർക്കെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെയൊക്കെ ഉപയോഗം. എന്താ വെച്ചാൽ ഇതുപോലെ ബോ ഉണ്ടാക്കുന്നതൊക്കെ എന്തൊക്കെ എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ഇത് എനിക്ക് മനസ്സിലായി നമ്മൾ ഇതാക്കുന്നത്. ഇതെന്തിനാണെന്ന് മനസ്സിലായി, ഇത് മയത്തുള്ളിയുടെ ഷേപ്പാണ്, അതെനിക്കറിയാം. ഇത് മനസ്സിലായി. അപ്പോൾ വേറെ എന്തിനൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിലൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ്, ഇതൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ ബീഡ്സ് അളന്ന് തൂക്കുന്ന വീഡിയോ, എത്ര വെയിറ്റ് ഉണ്ട്, എത്ര ഗ്രാം ഒക്കെ കാണിച്ചു തന്ന വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതന്നെ കുറേ ആയി, ലെങ്ത്ത് കൂടുതലായി പോയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന. ടേക്ക് കെയർ, ബൈ.